بسم الله الرحمن الرحيم. أم يقولون افترى على الله كذبا فإن يشأ الله يختم على قلبك ويمحو الله الباطل ويحق الحق بكلماته إنه عليم بذات الصدور. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1689 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ അധ്യായമായ സൂറത്ത് ശൂറയിലെ 24-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم يقولون افترى على الله كذبا فإن يشأ الله يختم على قلبك ويمحو الله الباطل ويحق الحق بكلماته إنه عليم بذات الصدور. സദഖല്ലാഹുൽ അലിയ്യുൽ അസീം. സൂറത്തു ശൂറയിലെ 24-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തിലേക്ക് വരുന്നതിന് മുമ്പായി കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലെ വിശേഷിച്ചൊരു പ്രയോഗം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നതായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ പ്രയോഗം എന്ത് സൂചനയാണ് നൽകുന്നത് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്താം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആയത്തുകളുടെ അവസാനത്തിൽ 23-ാമത്തെ ആയത്തില് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഇങ്ങനെ പറയാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടു. ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഇതാണ് ആ ഭാഗം. ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല ഈ ഒരു കാര്യത്തിന്റെ പേരിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൗത്യം ജനങ്ങൾക്ക് സത്യമാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ പ്രയത്നങ്ങൾ, അതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നേതൃത്വം നൽകുകയും നിർവഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് ജനങ്ങളുടെ പ്രയോജനത്തിനു വേണ്ടിയാണ്. ഈ അഭിസംബോധിതരായ പ്രബോധിത സമൂഹത്തിന്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതിന്റെ പ്രയോജനം അവർക്കാണ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് പക്ഷേ എനിക്കെന്തെങ്കിലും സ്വാർത്ഥമായ താല്പര്യമുണ്ട് എന്ന് നിങ്ങൾ കരുതേണ്ട. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടല്ല, അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഞാൻ ഇത് നിർവഹിക്കുന്നത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. ജനങ്ങളോട് അങ്ങനെ കേൾപ്പിക്കാനാണ് നിർദ്ദേശം. ഈ ആശയം വിശുദ്ധ ഖുർആനിൽ വേറെ പലയിടങ്ങളിലും പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ, യാതൊരു പ്രതിഫലവും ചോദിക്കാതെയാണ് അള്ളാഹു ചുമതലപ്പെടുത്തിയ ഈ ദൗത്യം നിർവഹിക്കുന്നത്. അതിൽ തനിക്ക് ഭൗതികമായ യാതൊരു താല്പര്യവും ഇല്ല എന്നൊരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള സംസാരം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ കേൾപ്പിക്കാൻ നിർദ്ദേശിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെ തുടർന്ന് ലാ അസ്അലുക്കും അലൈഹി അജ്റ എന്ന് പറഞ്ഞതിന് ശേഷം ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്നൊരു പ്രയോഗമുണ്ട്.
അടുത്തവരോടുള്ള അല്ലെങ്കിൽ അടുപ്പത്തിന്റെ പേരിലുള്ള പ്രിയമല്ലാതെ, ഇഷ്ടമല്ലാതെ എന്നതാണ് ആ പദങ്ങൾ നൽകുന്ന അർത്ഥം. ഇല്ലൽ മവദ്ദത്ത ഫിൽ ഖുർബ. ഖുർബ എന്ന് പറഞ്ഞ അടുപ്പം, അടുത്തത്, സാമീപ്യം നേടിയവർ തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ സമീപസ്ഥരായവർ എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. ഖരീബ് എന്ന ഖറുബ എന്ന റൂട്ട് വേർഡിൽ നിന്ന് വന്നതാണ്. ഖരീബ് എന്നാണ്. അള്ളാഹുവിനോട് അടുപ്പം നേടുന്നതിന് വേണ്ടി നമ്മൾ പ്രത്യേകമായി ആ താല്പര്യത്തിൽ ചെയ്യുന്ന ഒരു കർമ്മമാണ് ഖുർബാൻ. ഖുർബാൻ പലപ്പോഴും ബലി ആയിട്ടാണ് മനസ്സിലാക്കപ്പെടാറുള്ളത്. പക്ഷെ അത് അള്ളാഹുവിന്റെ അടുക്കലുള്ള സാമീപ്യം അള്ളാഹുവിനോട് ലഭിക്കുന്നതിന് വേണ്ടി ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണ്. അതിൽപ്പെട്ട ഒന്നാണ് ബലികർമ്മം. അതുകൊണ്ടാണ് ബലി അതിൽ പ്രധാനമായ ഒന്നായതുകൊണ്ടാണ് ഖുർബാൻ എന്ന വാക്ക് ബലി നിർവഹണത്തിന് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ ഈ വാക്കൊക്കെ വന്നിട്ടുള്ളത് ഖറുബ എന്ന റൂട്ട് വേർഡിൽ നിന്ന്. ഖരീബ് എന്നത് സമീപസ്ഥമായത്, അടുത്തുള്ളത് എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള വാക്കുകൾ. അതുപോലെ അടുത്ത ബന്ധുക്കളെ പരാമർശിക്കുന്നതിന് വിശുദ്ധ ഖുർആനിൽ ദുൽ ഖുർബ എന്ന പ്രയോഗം ഉള്ളത് കാണാൻ കഴിയും. ദുൽ ഖുർബ അതുപോലെ പിന്തുണ, സാമ്പത്തികമായ സഹായം തുടങ്ങിയ സംഗതികൾ ഒക്കെ നൽകുന്നതിന്, അടുത്ത ബന്ധുക്കൾക്ക് പ്രത്യേകമായ പരിഗണന നൽകാൻ ഖുർആൻ അല്ലെങ്കിൽ അടുപ്പമുള്ളവരോട്, വളരെ സാമൂഹ്യമായ അടുപ്പമുള്ള ആളുകൾക്ക് കൂടുതൽ പരിഗണന നൽകാനൊക്കെ നിർദ്ദേശിക്കുന്നത് സൂചിപ്പിക്കുന്ന ഒരു പദമാണത് അവിടെ അത്തരം സന്ദർഭങ്ങളിൽ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട്, ഞാൻ യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല ഈ ദൗത്യം നിർവഹിക്കുന്നതിന്റെ പേരിൽ, ഈ മവദ്ദത്തു ഫിൽ ഖുർബ അല്ലാതെ എന്ന വിധത്തിൽ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതാണ് ഇവിടെ നമ്മുടെ വിഷയം. പ്രമുഖരായ പണ്ഡിതന്മാരും മുഫസ്സിറുകളും ഒക്കെ ഇത് സംബന്ധമായിട്ട് അവരുടെ ധാരണകളും അവരതിനെ കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. അതില് മുഖ്യമായിട്ട് ഈ പദങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മനസ്സിലാക്കപ്പെടുന്ന കാര്യം, അത് വളരെ സംക്ഷിപ്തമായിട്ട് അതിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ, ഒന്ന്, ഈ മവദ്ദത്ത് ഫിൽ ഖുർബ എന്നത് നമ്മളൊക്കെ അടുപ്പമുള്ള ആളുകളാണ് എന്ന നിലയ്ക്ക് ഒരേ വംശത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിശേഷിച്ച് മക്കയില് ഖുറൈശികളായ വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരായിട്ടില്ലാത്ത ആളുകളോടാണല്ലോ. അപ്പൊ അവരുടെ മാർഗദർശനം ലക്ഷ്യം വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന ഈ കാര്യം, അതിന് പ്രതിഫലമൊന്നും ആഗ്രഹിക്കുന്നില്ല, ആവശ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ അടുത്ത ബന്ധത്തിന്റെ പേരിലുള്ള സ്നേഹം അല്ലാതെ, ആ മൈത്രി ബന്ധമല്ലാതെ, ആ പരിഗണനയല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഒരു നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശി സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് എന്ന നിലക്ക്, ഇനി അതല്ലെങ്കിൽ അറബ് സമൂഹത്തിൽപ്പെട്ട ആളാണ് എന്ന നിലക്ക്, അതുമല്ലെങ്കിൽ നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന മനുഷ്യവർഗത്തിൽ പെട്ട ഒരാളാണ് ഞാൻ എന്ന നിലക്കുള്ള ഒരു സ്നേഹബന്ധവും സൗഹാർദ്ദവുമല്ലാത്ത മറ്റൊന്നും ഞാൻ പ്രതിഫലമായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ പ്രയോഗം നൽകുന്ന സൂചന എന്നതാണ് ഒരു വായന. അപ്പോ ഇതില് പല തലങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഈ വംശബന്ധത്തിന്റെയോ അല്ലെങ്കിൽ കുലബന്ധത്തിന്റെയോ അല്ലെങ്കിൽ മനുഷ്യവർഗത്തില് ഞാനും നിങ്ങളെപ്പോലെ, നിങ്ങൾ ഉൾപ്പെടുന്ന അതേ വർഗത്തിൽപ്പെട്ട ആളാണ് എന്ന നിലക്കുള്ള ഒരു വർഗസ്നേഹം എന്നതല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരർത്ഥത്തിലാണ് ചിലരതിനെ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ പല തലങ്ങളുണ്ട്. മക്കയിലെ പ്രതിയോഗികളായ ആളുകളോട്
അവരുടെ പെരുമാറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന നിലപാടൊക്കെ ഒന്ന് മയപ്പെടുത്തി അവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് പറയുന്നത് എന്ന നിലക്കുള്ള ഒരു സ്നേഹവും ആർദ്രതയും കാണിച്ചുകൊണ്ട് അത് കേൾക്കാൻ സന്നദ്ധരാവാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് എന്ന വിധത്തിലാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. അതിന് ഭാഷാപരമായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മവദ്ദത്ത് ഫിൽ ഖുർബ, അടുത്ത ആളാണ് എന്ന നിലക്കുള്ള ഒരു ആർദ്രതയും സ്നേഹവും അല്ലെങ്കിൽ ഒരു പരിഗണനയും ഒക്കെ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾ എന്നെ തീർത്തും അപരിചിതനായ, വളരെ ഒരു ടോട്ടൽ സ്ട്രേഞ്ചർ ആയിട്ട് കാണുന്ന ഒരു എന്നെ അകറ്റുന്ന അല്ലെങ്കിൽ ആട്ടി അകറ്റുന്ന ഒരു നിലപാട് കാണിക്കാതെ ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതൊന്ന് ശ്രദ്ധാപൂർവം കേൾക്കുന്ന, അതിനൊരു പരിഗണന നൽകുന്ന ആളുകളായി മാറുക എന്നത് മാത്രമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് തേടുന്നത് എന്ന നിലക്ക് ഇത് മനസ്സിലാക്കാവുന്നതാണ്. ആ നിലക്കാണ് ചിലരതിനെ കാണുന്നത്. മറ്റു ചിലര് ഇത് ഞാൻ ഈ ദൗത്യം നിർവഹിക്കുന്നതിന്റെ ഫലമായിട്ട്, അതിന് പ്രതികരണമായിട്ട്, അതിനുള്ള ഒരു അത് കാരണമായി നിങ്ങൾ നൽകുന്ന ഒരു പ്രതിഫലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ നന്മ ചെയ്യുന്നവരായി, അള്ളാഹുവിലേക്ക് അടുപ്പം തേടുന്നവരായി മാറുക എന്നത് മാത്രമാണ്. നന്മ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുപ്പം സിദ്ധിക്കുന്ന കാര്യത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാവുക എന്നതാണ്. ആ നിലക്കാണ് വേറെ ചിലർ മനസ്സിലാക്കുന്നത്. അവര് മറ്റൊരു ആയത്തിന്റെ, സൂറത്തുൽ ഫുർഖാനിലെ 57-ാമത്തെ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കാര്യം അങ്ങനെ മനസ്സിലാക്കുന്നത്. ഈ സൂറത്തുൽ ഫുർഖാനിലെ 57-ാമത്തെ ആയത്തിൽ ഇങ്ങനെ കാണാം, ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ. ഈ കാര്യം നിർവഹിക്കുന്നതിന്റെ പേരിൽ നിങ്ങളിൽ നിന്ന് ഞാൻ യാതൊരു പ്രതിഫലവും തേടുന്നില്ല. ഇല്ലാ മൻ ശാഅ അൻ യത്തഖിദ ഇലാ റബ്ബിഹി സബീല. ഒരാള് തന്റെ റബ്ബിന്റെ അടുക്കലേക്കുള്ള മാർഗം അവലംബിക്കുന്നവനും അവനിലേക്കുള്ള അടുപ്പം സിദ്ധിക്കുന്നതിന് പരിശ്രമിക്കുന്നവനുമായി മാറുക എന്നതല്ലാതെ. അതുമാത്രമാണ്. നിങ്ങളൊക്കെയും സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ സ്രഷ്ടാവായ റബ്ബിലേക്ക് അടുപ്പം തേടുന്ന, അതിനു വേണ്ടിയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളായി മാറുക എന്നതല്ലാതെ മറ്റൊന്നും നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതിഫലമായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത്. ഇതേ ആശയം മറ്റൊരു രൂപത്തിൽ അവതരിപ്പിച്ചതാണത്. അപ്പൊ ഈ ആയത്തിന്റെ, സൂറത്തുൽ ഫുർഖാനിലെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മവദ്ദത്ത ഫിൽ ഖുർബ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അത് ചെയ്യുന്നത്, അതാണ് അള്ളാഹുലേക്കുള്ള അടുപ്പം ലഭിക്കാനുള്ള മാർഗം. അങ്ങനെ ചെയ്യുന്നതിനോട് ഇഷ്ടമുള്ളവരായി മാറുക, പുണ്യം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നവരായി മാറുക എന്നതല്ലാത്ത ഒരു പ്രതിഫലവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ രണ്ടാമത് ഉള്ള, അല്ലെങ്കിൽ രണ്ടാമത്തെ അർത്ഥമായിട്ട് മനസ്സിലാക്കപ്പെടുന്നത്. അത് മറ്റൊരു വ്യാഖ്യാനമാണ്, അതിനും ഭാഷാപരമായിട്ട് സാധ്യതയുണ്ട്. വേറെ ഒന്ന്, ഖുർബ എന്നത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും അടുത്ത ബന്ധുക്കൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അൽ ഖുർബ, ദുൽ ഖുർബ എന്നൊക്കെ പറയുന്നത്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് ചിലര് മനസ്സിലാക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ബന്ധുക്കളോട്, കുടുംബത്തോട് ഒരു മവദ്ദത്ത് കാണിക്കുന്നവരായി നിങ്ങൾ മാറുക എന്നത് മാത്രമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൗതിക അർത്ഥത്തിലുള്ള പ്രതിഫലമൊന്നും നിങ്ങൾ അതിന്റെ പേരിൽ നൽകേണ്ടതില്ല. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളോട് അല്പം മവദ്ദത്ത് കാണിക്കുന്നവരാവുക എന്നത് അല്ലാതെ മറ്റു യാതൊന്നും ആവശ്യപ്പെടുന്നില്ല എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് വേറെ ചിലര് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് വെച്ചാൽ എന്താണ്? അത് അബ്ദുൽ മുത്തലിബിന്റെ ആ വംശ പരമ്പരയെ ഉദ്ദേശിച്ചുകൊണ്ടാണോ പറയുന്നത് എന്നൊക്കെയുള്ള ചർച്ച നടക്കുന്നത് കാണാം.
ചിലർ അതിനെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും കുടുംബത്തെ, അവരുടെ സന്താന പരമ്പരയെ ആണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നതും കാണാം. അടുത്ത ബന്ധുക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മക്കള് ഹസൻ, ഹുസൈൻ, അങ്ങനെ അവരുടെ പരമ്പരയിലൂടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്മുറക്കാരാണ് ഈ സ്നേഹപ്രകടനത്തിന് അർഹതയുള്ളവരായി ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നാണ് മറ്റു ചിലർ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ വ്യാഖ്യാനത്തിന് വലിയ പരിമിതിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ ആയത്തിറങ്ങുന്ന ഘട്ടത്തില് അലി റളിയല്ലാഹു അൻഹുവും അതുപോലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയും വിവാഹിതരായിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ആർക്കും തന്നെ അങ്ങനെ കൃത്യമായി കാറ്റഗോറിക്കലായിട്ട് പറയാൻ കഴിയില്ല. ഈ സൂറത്ത് അല്ലെങ്കിൽ ഈ ആയത്തൊക്കെ അവതരിക്കുന്ന ഘട്ടത്തില് അങ്ങനെ ഒരു വിവാഹബന്ധം ഉണ്ടായിട്ട് പോലും ഇല്ല എന്നതാണ് ചരിത്ര വസ്തുത. അപ്പോ മാത്രവുമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന നിലക്കുള്ള ആ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് താനുമായി അടുപ്പമുള്ള ഒരു കൂട്ടർ ഇവര് മാത്രമാണ് എന്ന നിലക്ക് പരിമിതപ്പെടുത്തിക്കൊണ്ട് പറയുക എന്നത് അദ്ദേഹം മുന്നോട്ട് വെച്ച ജീവിത ദർശനം വിലയിരുത്തുമ്പോൾ യാതൊരു സാധ്യതയും ഉള്ള ഒരു സംഗതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഖുർആൻ അങ്ങനെ ഏതെങ്കിലും ഒരു കുടുംബത്തിനെ പ്രത്യേകമായ പ്രിവിലേജ് ഉള്ള ഒരു വിഭാഗമായി പരാമർശിക്കുകയോ കാണിക്കുകയോ ചെയ്യുന്നില്ല. ചില താല്പര്യങ്ങളുടെ പുറകെ പോകുന്ന ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതല്ലാതെ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് സാർവലൗകിക സാഹോദര്യവും സാർവലൗകിക സമത്വവും ഒക്കെയാണ്. അപ്പൊ നന്മ മുൻനിർത്തിക്കൊണ്ട് ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തി ആര് പ്രയത്നങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും അവർക്കൊക്കെയും തന്നെ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം അനുസരിച്ച് പ്രാധാന്യമുണ്ട്. അവര് ഒരേ വിധത്തിലാണ് വിശുദ്ധ ഖുർആൻ അവരെ പരിഗണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയുടെ മക്കള് അല്ലെങ്കിൽ ആ ലൈനിൽ വന്ന ആളുകൾ എന്ന നിലക്കുള്ള ഒരു പ്രിവിലേജ്, പ്രത്യേകമായ ഒരു അവകാശം എന്ന നിലക്ക് അത് പരാമർശിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോട് സ്നേഹം കാണിക്കുന്നതും അതുപോലെ തന്നെ അവരെ ആദരിക്കുന്നതും ഒക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ്. അത് അടിസ്ഥാനപരമായിട്ട് കുടുംബാണ് എന്നതിനപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സത്യമാർഗത്തില് നിലക്കൊണ്ട ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാ നിലക്കും അടുപ്പമുണ്ടായിരുന്നവര് എന്ന നിലക്കാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ കുടുംബത്തിലെ സത്യത്തിനോട് പ്രതിബദ്ധത കാണിക്കാത്ത ആർക്കെങ്കിലും ഇതേ വിധത്തിലുള്ള ഒരു വിധേയത്വമോ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ഒരു സ്നേഹപ്രകടനമോ അവരർഹിക്കുന്നതായിട്ട് യാതൊരു സൂചനയും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പാത പിന്തുടരുന്ന ആളുകള്, അത് അദ്ദേഹത്തോട് ഏറ്റവും ഏറെ അടുപ്പമുണ്ടായിരുന്നവര് എന്നൊക്കെയുള്ള നിലക്കുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ ഈ പ്രയോഗത്തിന്റെ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്ന പ്രയോഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് നബി കുടുംബത്തോടുള്ള സ്നേഹം കാണിക്കലാണ്. അതിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും അവർക്കാണ് കാര്യങ്ങളിൽ നിർണായകമായ നേതൃത്വത്തിന്റെ അവകാശം ഉണ്ടാവേണ്ടത്. അവരിലൂടെയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം ഉണ്ടായി വരേണ്ടത് എന്നൊക്കെയുള്ള പല വ്യാഖ്യാനങ്ങളിലേക്കും ആളുകൾ പോകുന്നതും ആ ഒരു ആശയത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല നേതൃത്വ സംബന്ധമായ പിന്തുടർച്ച സംബന്ധമായ പല അഭിപ്രായങ്ങളും തത്വങ്ങളും ഒക്കെ രൂപീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്തായാലും അങ്ങനെയുള്ള സാധ്യതകളെ ഒന്നും സൂചിപ്പിച്ചുകൊണ്ടുള്ളതല്ല ഈ പ്രയോഗം. കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്ന ഒരു സംഗതി, നിങ്ങൾ എന്നോട് വിരോധം കാണിച്ചുകൊണ്ടിരിക്കുന്ന, ശത്രുത കാണിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളിപ്പോ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന അനിഷ്ടം ഒക്കെ ഉണ്ടല്ലോ,
അതൊന്ന് ഒഴിവാക്കിയാൽ മതി. അത് മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്ന് തേടുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായ, നിങ്ങൾക്ക് ഫലം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ എനിക്ക് പ്രതിഫലമൊന്നും തരണ്ട. എന്നോട് ശത്രുതയും പകയും വിരോധവും കാണിക്കുന്ന ആ നിലപാടൊന്ന് മാറ്റി നിർത്തി ഞാനും നിങ്ങളിൽപ്പെട്ട ഒരാളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പരിഗണനയും ആർദ്രതയും സ്നേഹവും ഒക്കെ കാണിക്കുക മാത്രമേ വേണ്ടതുള്ളൂ. എന്നെ ഒരു ശത്രുവോ അന്യനോ ഒക്കെയായി കണ്ടുകൊണ്ടുള്ള വിരോധം പ്രകടിപ്പിക്കലൊന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നാണ് ഈ വാചകം നൽകുന്ന സൂചന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ശത്രുത വർദ്ധിച്ചു വരുന്ന ഒരു ഘട്ടത്തിൽ അവതരിച്ച ഒരു സൂറത്തിലെ ഒരു ആയത്ത് എന്ന നിലക്ക് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന ആ ദൗത്യത്തിന്റെ പ്രാധാന്യം പ്രത്യേകമായി എടുത്ത് കാണിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പ്രതിഫലമൊന്നും ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ഒരു മര്യാദയുള്ള പെരുമാറ്റം കാഴ്ചവെക്കുന്നവരായാൽ മതി എന്ന നിലക്ക് പറയുമ്പോൾ അതിന് വലിയ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് ഈ ആയത്ത് അഭിസംബോധന ചെയ്യുന്നത് വിശ്വാസികളോട് മാത്രമായിട്ടല്ല, അത് വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പകയും ശത്രുതയും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിയോഗികളോട് കൂടി ഉള്ളതാണ്, അല്ലെങ്കിൽ മുഖ്യമായിട്ടും അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നതിനാൽ തന്നെ ഈ കാര്യം ചെയ്യുന്നതിന് എന്തോ ഒരു പ്രതിഫലം എന്ന് പറയുന്നത് പോലും അവര് അസ്ഥാനത്തായിട്ടും അരോചകമായിട്ടും ഒക്കെയാണ് കാണുക. അവർക്ക് വേണ്ടാത്തൊരു സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നതിന് ഇന്ന പ്രതിഫലം തന്നാ മതി എന്ന് പറയുന്നതില് ഒരു ആശയപരമായ ഒരു അസ്വീകാര്യത കാണാൻ കഴിഞ്ഞെന്ന് വരും. അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഞാൻ നിർവഹിക്കുന്നത് വളരെ പ്രധാനമായ ഒരു ദൗത്യമാണ്, അതിന്റെ പ്രായോജകര് നിങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പ്രതിഫലമൊന്നും ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നെ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി. അല്പം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്കും അടുത്ത ബന്ധമുള്ള ഒരാള് എന്ന ഒരു മവദ്ദത്ത് കാണിക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു സംഗതിയും നിങ്ങളിൽ നിന്ന് ഇതിന്റെ പേരിൽ ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്ന നിലക്ക് മനസ്സിലാക്കുന്നതിനാണ് ഇതിന് കൂടുതൽ പ്രസക്തിയുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തില് പിന്മുറക്കാരിൽ അദ്ദേഹത്തിന്റെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ മക്കളിലായിട്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുടർച്ചക്കാരിലായിട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം നിക്ഷിപ്തമാണ്. അത് മറ്റാരിലേക്കും പോകുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെയുള്ള ധാരണകൾ രൂപപ്പെടുത്തിയെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഖുർആന്റെ ആയത്തുകൾ നൽകുന്ന സൂചനകളുടെ സാധ്യതകൾക്കപ്പുറത്തേക്ക് പോയിക്കൊണ്ടുള്ള ഒരു കടന്ന വ്യാഖ്യാനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ എന്ന ആ പ്രയോഗ സംബന്ധമായിട്ടുള്ള ഒരു വിശദീകരണമാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തിലേക്ക് തിരികെ എത്താം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനത് ഒന്ന് വിശദീകരിച്ചിട്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അം യഖൂലൂന ഇഫ്തറ അലല്ലാഹി കദിബ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അവര് പറയുന്നത് അദ്ദേഹം അള്ളാഹുവിന്റെ പേരിൽ വ്യാജമായിട്ട് ചമച്ചുണ്ടാക്കിയിരിക്കുകയാണ് എന്നാണ്. അള്ളാഹുവിന്റെ ഈ ആയാത്തുകൾ കേൾപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അള്ളാഹു അവതരിപ്പിച്ചു തന്ന ദിവ്യ വെളിപ്പാടുകളാണ്, ആയാത്തുകളാണ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് അള്ളാഹുവിടെ ചോദിക്കുന്നത്. ഈ ആയാത്തുകൾ കേൾക്കുമ്പോൾ അവരതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത് ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ പേരിൽ അയാൾ വ്യാജം ചമച്ചുണ്ടാക്കുകയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹു അവതരിപ്പിച്ച ദിവ്യ വെളിപ്പാടുകളാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറയുന്നത് കള്ളം പറയലാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണോ അവർ പറയുന്നത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്.
അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദിവ്യ വെളിപ്പാടുകളാണ്, യാതൊരു സംശയവുമില്ല. അത് അദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമേ അല്ല. അതെന്താണ് എന്ന് ആ സമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യാണ്. ഇത് അള്ളാഹു എനിക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ദിവ്യ വെളിപ്പാടുകളാണ്. അത് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് എനിക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുമ്പോ അവരുടെ പ്രതികരണം ഇഫ്തറ അലല്ലാഹി കദിബ, അയാള് അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞുണ്ടാക്കുകയാണ്, വ്യാജം പറഞ്ഞുണ്ടാക്കുകയാണ് എന്നാണ്. അപ്പൊ ഇതാണ് അള്ളാഹുവിടെ ഉന്നയിക്കുന്നത്. അം യഖൂലൂന, അവരിങ്ങനെ പറയുകയാണോ, ഇഫ്തറ അലല്ലാഹി കദിബ, അവര് അദ്ദേഹം അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമച്ചുണ്ടാക്കുകയാണ് എന്ന്. അപ്പോ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്നത് ദൈവിക വെളിപ്പാടുകളാണ്. അത് ദൈവിക വെളിപ്പാടുകളാണ് എന്ന് അവരോട് പറഞ്ഞ ഘട്ടത്തിൽ അവര് അള്ളാഹുവിന്റെ പേരിൽ ഇയാള് വ്യാജം ചമച്ചുണ്ടാക്കിയിട്ട് പറയുകയാണ്, കള്ളം പറയുകയാണ് എന്നാണ് അവര് പ്രതികരിക്കുന്നത്. അങ്ങനെയാണോ അവര് പറയുന്നത് എന്ന് അള്ളാഹു ഇവിടെ ഒരു സംഭാഷണ ശൈലിയുടെ ഭാഗമായിട്ട് ചോദിക്കുകയാണ്. എന്നിട്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് അള്ളാഹു പറയാം, ഫൈൻ യശ ഇല്ലാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ യഖ്തിം അലാ ഖൽബിക, താങ്കളുടെ ഹൃദയത്തിനും അവൻ മുദ്ര വെക്കുമായിരുന്നു എന്നാണ്. ഈ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെ അവർക്ക് അങ്ങനെ ഉന്നയിക്കാൻ കഴിയുന്നത് അവര് സത്യം കടക്കാത്ത വിധത്തിൽ ഹൃദയത്തിന് മുദ്ര വയ്ക്കപ്പെട്ടവരായതുകൊണ്ടാണ്. ഇതാണ് നൽകപ്പെടുന്ന സൂചന. ഈ ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ഇതിനെക്കുറിച്ച് ആലോചിക്കുകയോ മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാതെ ഇത് മുഹമ്മദ് വ്യാജമായിട്ട് ചമച്ചുണ്ടാക്കി അള്ളാഹുവിന്റെ പേരിൽ കെട്ടിവെക്കുകയാണ് എന്ന് അവർക്ക് പറയാൻ കഴിയുന്നതിന്റെ ഒരേ ഒരു കാരണം ഖതമല്ലാഹു അലാ ഖുലൂബി, അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നു എന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. സത്യം മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന, നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സംഗതി സത്യമായാൽ മാത്രം പോരാ, അത് ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത നമ്മളുടെ ഹൃദയത്തിനും വേണം. നമ്മുടെ ഹൃദയം അടഞ്ഞു പോയതാണെങ്കിൽ, നമ്മുടെ ഹൃദയം കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്ത വിധത്തിലാണെങ്കിൽ, അത് മുദ്ര വയ്ക്കപ്പെട്ടതാണ്, അതിലേക്കൊന്നും കടക്കുകയില്ല എന്ന അവസ്ഥയാണുള്ളതെങ്കിൽ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഉൾക്കൊള്ളാനോ പോസിറ്റീവായ വിധത്തിൽ പ്രതികരിക്കാനോ ഒന്നും കൂട്ടാക്കുകയില്ല. അവരതിനെ എന്തെങ്കിലും ദുർന്യായങ്ങൾ പറഞ്ഞ് കയ്യൊഴിയുകയാണ് ചെയ്യുക. മക്കയിലെ ഈ കുഫാറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാണ്. അവര് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയാത്തുകൾ ദൈവിക വചനങ്ങളാണോ അല്ലേ എന്നത് പരിശോധിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങനെ ഒരു ചിന്ത പോലും കടക്കുന്നില്ല. ഇതാണ് അവസ്ഥ. അതുകൊണ്ടാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ ആക്ഷേപങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ പ്രവാചകരെ താങ്കളുടെ ഹൃദയത്തിനും ഇതുപോലെ മുദ്ര വെക്കാൻ അവൻ മുതിരുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ താങ്കൾക്ക് ഒന്നും മനസ്സിലാവുന്ന അവസ്ഥ ഉണ്ടാവില്ല, സത്യം ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അള്ളാഹുവിന്റെ വിശിഷ്ടമായ അനുഗ്രഹം കാരണമായി താങ്കൾക്ക് ഹൃദയ വിശാലത നൽകിയത് കൊണ്ടാണ്, ഹൃദയത്തെ അള്ളാഹു കൊട്ടിയടക്കാതെ ഇരുന്നത് കൊണ്ടാണ് ഈ കേൾപ്പിക്കപ്പെടുന്ന സംഗതികൾ ദൈവികമാണ് എന്നത് താങ്കൾക്ക് ബോധ്യപ്പെടുന്നത്. ഈ ആളുകള് അവരർഹിക്കുന്ന വിധത്തില് ഹൃദയങ്ങൾ കൊട്ടിയടക്കപ്പെട്ടവരാണ്. ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ച അവസ്ഥയാണ് അവർക്കുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത്. അള്ളാഹു അങ്ങനെയാണ് ഇച്ഛിച്ചിരുന്നതെങ്കിൽ താങ്കളുടെ കാര്യത്തിലും അങ്ങനെ ഹൃദയത്തിന് മുദ്ര വെച്ച അവസ്ഥയാകുമായിരുന്നു ഉണ്ടാവുക. അപ്പോ ഇല്ലാഹു യഖ്തിം അലാ ഖൽബിക, അള്ളാഹു അങ്ങനെയാണ് മശീഅത്ത് ചെയ്തിരുന്നതെങ്കിൽ താങ്കളുടെ ഹൃദയത്തിനും അവനൊരു ഖത്മ് വെക്കുമായിരുന്നു, ഒരു മുദ്ര വെക്കുമായിരുന്നു, അതിലേക്ക് ഇനി ഒന്നും കയറരുത് എന്ന നിലക്ക്. അള്ളാഹു അങ്ങനെ ഇച്ഛിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല അള്ളാഹു ചെയ്തിട്ടുള്ളത്. താങ്കളുടെ കാര്യത്തിൽ അള്ളാഹു വലിയ ഹൃദയ വിശാലത നൽകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കാര്യമൊക്കെ ഉൾക്കൊള്ളാനും ജനങ്ങളോട് പറയാനും അത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ് എന്ന നിലക്ക് ജനങ്ങൾക്കിടയിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കാനും ഒക്കെ
താങ്കൾക്ക് സാധിക്കുന്നത്. എന്നിട്ട് ഈ ആളുകള് ഭാഗ്യം കെട്ടവരായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്കത് പ്രയോജനം ചെയ്യാത്തത്. അവരുടെ ദുശാഠ്യം കാരണമായിട്ടും അവരുടെ നന്ദികെട്ട പ്രകൃതം കാരണമായിട്ടും അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ കൊട്ടിയടച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കത് ഫലം ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത. എന്നിട്ട് അള്ളാഹു പറയുകയാണ് വയംഹുല്ലാഹു അൽ ബാത്തില, അള്ളാഹു മിഥ്യയെ തുടച്ചു മായ്ച്ചു കളയുന്നു. ഇതാണ് അള്ളാഹുവിന്റെ പ്രതിബദ്ധത. സത്യമാണ് മികവുറ്റതായി വളർന്ന് ഉയർന്ന് തലയെടുപ്പോടുകൂടി നിൽക്കേണ്ടത്. അതിനോടാണ് അള്ളാഹു ആഭിമുഖ്യം കാണിക്കുന്നത്. മിഥ്യയെ തുടച്ചു നീക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വയംഹുല്ലാഹുൽ ബാത്തില, ബാത്തിലിനെ ഇല്ലാതാക്കാൻ, ബാത്തിലിനെ തുടച്ചു നീക്കാൻ, ഇതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വയുഹിഖുൽ ഹഖ്ഖ ബികലിമാതിഹി, സത്യത്തിനെ അവന്റെ വചനങ്ങളെ കൊണ്ട് സ്ഥാപിതമാക്കുവാനുമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. സത്യം സ്ഥാപിതമാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അള്ളാഹു കാര്യങ്ങൾ അവന്റെ കലിമാത്തുകൾ മുഖേന വെളിപ്പെടുത്തുന്നത്. മിഥ്യ തഴച്ചു വളരണം എന്നത് അള്ളാഹുവിന്റെ ആഗ്രഹമല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യവുമല്ല. മിഥ്യ തളരണമെന്നും തുടച്ചു നീക്കപ്പെടണം എന്നും തന്നെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന് അതിൻ്റെതായ ഒരു പ്രക്രിയ ഉണ്ട്, ഇല്ല എന്നല്ല. അത് വേറെ പലയിടങ്ങളിലും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. മിഥ്യ ഒറ്റയടിക്ക് അള്ളാഹുവിന് വേണമെങ്കിൽ ഉദ്ദേശിച്ചാൽ പൂർണ്ണമായിട്ടും മിഥ്യയുടെ എല്ലാ ട്രേസ് പോലും ഇല്ലാതാക്കാൻ അള്ളാഹുവിന് സാധിക്കുമല്ലോ. അതിന് പ്രയാസമൊന്നുമില്ല. അപ്പൊ എന്തായാലും അള്ളാഹു ഉദ്ദേശിക്കുന്നത് മിഥ്യ തുടച്ചു നീക്കപ്പെടാനും അതുപോലെ സത്യം അവന്റെ കലിമാത്തുകൾ മുഖേന, അവന്റെ വചനങ്ങൾ മുഖേന, അവന്റെ ആയാത്തുകൾ മുഖേന സ്ഥാപിതമാകുവാനുമാണ്. ഇവിടെ കലിമാത്ത് എന്നത് അള്ളാഹുവിന്റെ ആയാത്ത് എന്നതിനുള്ള ഒരു പര്യായമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നത് കാണാൻ കഴിയും. പലയിടത്തും വിശുദ്ധ ഖുർആൻ ആ നിലക്ക് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ കലിമാത്തുകൾ അവന്റെ ആയാത്തുകളാണ്. അള്ളാഹുവിന്റെ ആയാത്തുകൾ മുഖേന സത്യം സ്ഥാപിതമാകണം എന്നതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങളിലുള്ളത് നന്നായി അറിയുന്നവനാണ് അവൻ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കലിമാത്തുകളായ ആയാത്തുകൾ മനുഷ്യ ഹൃദയങ്ങളിലും മനുഷ്യന്റെ നെഞ്ചകങ്ങളിലുമൊക്കെ എന്തൊക്കെ വിധത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എന്നത് കൃത്യമായിട്ട് അള്ളാഹുവിന് അറിയാം. ഓരോ ദൈവിക വചനം അവതരിപ്പിക്കപ്പെടുമ്പോഴും ഏതൊക്കെ ഹൃദയങ്ങളിലാണ് എന്തൊക്കെ പ്രതികരണമാണ് അത് ഉളവാക്കുന്നത് എന്നത് അള്ളാഹുവിന് സൂക്ഷ്മമായിട്ട് അറിയാം. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലിമാത്തുകളൊന്നും വെറുതെ ഉള്ളതല്ല. അള്ളാഹുവിന്റെ കലിമാത്തുകൾ മനുഷ്യ ഹൃദയങ്ങളില് ചില ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചില ഹൃദയങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പ്രകാരം പൂർണ്ണമായും മുദ്ര വെച്ച് അടയ്ക്കപ്പെട്ട പോലെയാവും. വേറെ ചില ഹൃദയങ്ങള് വളരെ സൃഷ്ടിപരമായി അതിനെ ഉൾക്കൊള്ളുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നവയായി മാറും. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങളിലുള്ള സംഗതികളെ സൂക്ഷ്മമായി അറിയുന്നവനാണ് തീർച്ചയായിട്ടും അള്ളാഹു. അതുകൊണ്ട് അവന്റെ കലിമാത്തുകൾ മുഖേന അവൻ ഹഖ് സ്ഥാപിതമാക്കുന്നതും ബാത്തിലിനെ തുടച്ചു നീക്കാൻ അവന്റെ നടപടികൾ ഉണ്ടാകുന്നതും ഇതൊക്കെ തന്നെ ഈ ആളുകളിൽ എന്ത് പ്രതിഫലനമാണ് ഉണ്ടാക്കുന്നത്, അവരുടെ ഹൃദയങ്ങളിൽ എന്ത് ചലനമാണ് ഉണ്ടാക്കുന്നത് എന്നത് നന്നായി അറിയുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് ഇവിടെ ഒന്നും അതിന് ഫലം ഉണ്ടാവണില്ലല്ലോ, ആരും ഇതൊന്നും അറിയുന്നു പോലും ഇല്ലല്ലോ എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടാവും. അത് നമ്മളുടെ അറിവിന്റെ പരിമിതിയാണ്. ഓരോ ആയത്ത് അവതരിക്കുമ്പോഴും അത് ആരുടെയൊക്കെ ഹൃദയങ്ങളില് എന്തൊക്കെ പ്രതികരണം ഉളവാക്കി എന്ന കാര്യം അറിയുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരായത്തും വെറുതെ അവതരിക്കുന്നതല്ല, ഒരായത്തും ഫലശൂന്യമായിട്ടല്ല പരിണമിക്കുന്നത്. ഓരോ കലിമത്തും ഓരോ ആയത്തും അള്ളാഹു ഉദ്ദേശിച്ച ഫലം ഉളവാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഹൃദയങ്ങളില് നെഞ്ചകങ്ങളില് അതുണ്ടാക്കുന്ന പ്രതിഫലനങ്ങളെ കുറിച്ച് അള്ളാഹു നന്നായി അറിയുന്നുമുണ്ട്. നമുക്ക് പലതും അറിയുന്നില്ല എന്നത് ഒരു വസ്തുതയായിരിക്കും. പക്ഷെ ഓരോ മനുഷ്യനും
അള്ളാഹുവിന്റെ ആയാത്തുകൾ കേൾക്കാനും അറിയാനും ഇടവരുമ്പോ അവരുടെ മനസ്സുകളിൽ എന്ത് പ്രതിഫലനം ഉണ്ടാകുന്നു എന്നത് അറിയുന്നവനാണ് അള്ളാഹു. നമ്മൾ കരുതും ഇതൊന്നും അവർ അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല, അവരോട് ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ. ഈ അന്തരീക്ഷത്തില് എന്തൊക്കെ ശബ്ദങ്ങൾ ഉയരുന്നു, എന്തൊക്കെ ചർച്ചകൾ നടക്കുന്നു, എന്തൊക്കെ സംവാദങ്ങൾ അരങ്ങേറുന്നു എന്നതൊക്കെ പലരും അറിയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെന്ത് പ്രതിഫലനം അവരിൽ ഉളവാക്കുന്നു എന്നത് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായിട്ട് അത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കയിലെ ഈ പ്രതിയോഗികൾ അള്ളാഹുവിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാജം ചമച്ച് പറയുകയാണ് എന്ന് പറയുന്ന ആളുകളുടെ മനസ്സിൽ പോലും ഉണ്ടാക്കുന്ന പ്രതിഫലനം എന്താണ് എന്നത് അള്ളാഹു വ്യക്തമായി അറിയുന്നുണ്ട് എന്നാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്ന സൂചന. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.